പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അപ്പോൾ മനുഷ്യന്മാരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നടാടെയാണ് എൻ്റെ കുഞ്ഞുട്ടി ഭാര്യനെ ഞാൻ മിസ് ചെയ്ത് കാണ്ട് പിന്നെ ഇവിടെ തൃശ്ശൂർ ഭാഗത്ത് വന്നുകൊണ്ട് പണിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ കുടുംബം പോറ്റണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം. അത് പണി ഏത് ഭാഗത്താണ് കിട്ടുന്നത് അവിടെ പോയിങ്ങാണ്ട് നമ്മൾ പണിയെടുക്കൽ നിർബന്ധമാണ്. ഇത് എൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ പറയാറുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബിലൊരു വീഡിയോസ് ഇട്ടിരുന്നു. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് തൃശ്ശൂരിലെ ഒരാൾ വിളിച്ചുകാണ്ട് അങ്ങനെ കിട്ടിയ വർക്കാണ് ഈ തൃശ്ശൂർ. അപ്പോൾ ഇന്ന് എൻ്റെ വർക്കിനെ പറ്റി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഉള്ളിക്കറി അയക്കണ്. ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയാണ്ട് ഇടും. അപ്പോൾ മുട്ടക്കറി ആക്കാരം. പിന്നെ ഇത് ഉച്ചക്കിലെ ചോറാണ്. ഈ കുക്കറിൽ ഉച്ചക്കിലെ ചോറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോസ് മുഴുവനായി കാണുക. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. അപ്പോൾ മനുഷ്യന്മാരെ, ഇത് സൗദി അറേബ്യത്തെ ഈ വീടിൻ്റെ ഓണർക്ക് കാണാൻ വേണ്ടി ആണ് ഇതിൻ്റെ ടോപ്പിട്ടത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നത്. ഈ വീടിൻ്റെ ആളെ പേര് മുസ്തക്കിയാണ്. മുസ്തക്കി. അയാളുടെ ഓമൻ്റെ പേര് മുത്തു. അപ്പോൾ മുത്തുബായ്, എങ്ങനെയുണ്ട് പണി? എങ്ങനെയുണ്ട്? ഇത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുകൊണ്ടോ. ഇതിൻ്റെ ഓണറായ മുത്തുബായ്. അപ്പോൾ പണി ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ടോ. എന്ന് വെച്ചാൽ നല്ല വൃത്തിയിൽ നല്ല കണ്ടീഷനിൽ ഞങ്ങൾ വർക്ക് എടുത്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ മുതലാളി തേച്ചീൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം നിർത്തുന്നു കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇനി അടുത്ത പണി ഈ ഇരുമ്പിൻ്റെ ജനൽ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. കണ്ടില്ലേ? ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ വെക്കലാണ്. ഈ ഒഴിവുള്ള സ്ഥലത്ത് വെക്കലാണ്. കാരണം ഇത് പടുത്തപ്പോൾ ഇത് ജനൽ വെച്ചിട്ടില്ല. കാരണം ഈ ജനലിന് മഴയും വെയിലും കൊണ്ടുകാണ്ട് നാസാണ്ട് കരുതിയിട്ടാണ് അന്നത് ഒഴിവാക്കിയിട്ടത്. അപ്പോൾ ഇത് കുത്തിയാണ്ട് സെറ്റാക്കിക്കണം. ഈ കുറുമ്പടിയില്ലേ, ഈ കുറുമ്പടിക്ക് ഇവിടെ കുത്തി സെറ്റാക്കിക്കണ്. അപ്പോൾ ഇന്നൊക്കെ അത് കുത്തി സെറ്റാക്കി വെച്ചിട്ട് ഇന്നത് കോൺക്രീറ്റ് ചെയ്യും. കോൺക്രീറ്റ് ചെയ്തിട്ട് നാളേക്ക് സെറ്റാക്കിയിട്ടാണ് ഇവിടെ ഫിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ കോൺക്രീറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പൊന്തിച്ച്. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊന്തിക്കണമെങ്കിൽ 4 ആൾ വേണം. 4 ആൾ. അപ്പോൾ ഇത് നിങ്ങൾ കൊള്ളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അത് ടെസ്റ്റിംഗ് ആണിത്. അപ്പോൾ മനുഷ്യന്മാരെ, ഇത് നീക്കും കൊണ്ടുക്കണേ. ഇനി ഇത് ഇവിടെ തന്നെ എടുത്തുകാണ്ട് കോൺക്രീറ്റ് ചെയ്യണം. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതേമാതിരി പണിയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ഇതിലുള്ള എൻ്റെ മുതലാളി ഇതാക്കണ ഈ ജനലിൻ്റെ പൊളി ഞാൻ ഇതുമത് എടുത്തു വെക്കുന്നുണ്ട്. കാരണം എന്താ അറിയോ, ഈ ഇതുമത്തന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്കുമ്പോൾ ഇപ്പോൾ സിമെൻ്റ് ആവും. അപ്പോൾ ഇത്രയും ജനൽ പൊളി വരെ ക്ലിയർ ആക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഉപ്പയും ഉമ്മയും ഇവിടെ വരുമ്പോൾ അവരോട് ഞാൻ പറയുന്നുണ്ട്, ഇതെടുത്തുകാണ്ട് ഒരു ഭാഗത്ത് വെക്കണുണ്ട്. ഓക്കെ,
കാരണം ഇപ്പോൾ പൈസ മുടക്കേണ്ടത് നിങ്ങളാണല്ലോ സൗദിയിൽ പണിയെടുത്ത് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ കാരണം. അപ്പോൾ അദ്ദേഹം ഊരിയാണ്ട് ഇവിടെ വെച്ചിക്കണ്. ഓക്കെ, നമ്മൾ ഒരാൾക്ക് പണിയെടുക്കുമ്പോൾ എന്താ പറയുക, നമ്മളതിൻ്റെ വൃത്തിയിൽ എന്നുവെച്ചാൽ കേടുപാടില്ലാതെ നമ്മൾ പണിയെടുക്കണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ.